വന്ദേമാതരത്തെ സമ്പൂർണമായി നിരോധിക്കുകയും അതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് നമ്മുടെ കേരളം. കേരളം മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റ് രാഷ്ട്രീയ ഗീതമായി അംഗീകരിച്ച വന്ദേമാതരത്തെ സമ്പൂർണമായി നിരോധിച്ചത്. കേരളത്തിൽ ആരും തന്നെ വന്ദേമാതര ഗാനം പാടാൻ പാടില്ല. വന്ദേമാതര ഗാനം അത് ഉച്ചരിക്കാൻ, അത് ആലപിക്കാൻ പാടില്ലെന്ന് ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം ദേശവിരുദ്ധമാണ്, രാജ്യദ്രോഹമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനെയും ഭരണഘടനയെയും വെല്ലുവിളിക്കുന്നതാണ്. വന്ദേമാതര ഗാനത്തിന് ഏർപ്പെടുത്തിയ നിരോധനത്തിലൂടെ സംസ്ഥാന വിഘടനവാദത്തിന്റെ വെടിയൊച്ചയാണ് ഉതിർന്നത് എന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഒരു സംസ്ഥാന സർക്കാർ വിഘടനവാദത്തിന്റെ വിഭജനത്തിന്റെ വെടിയുതിർക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഭരണഘടനയെ ഒരു സംസ്ഥാന സർക്കാർ വെല്ലുവിളിക്കുന്നത്, ഇന്ത്യൻ പാർലമെന്റിനെ ചോദ്യം ചെയ്യുന്നത്, ഇന്ത്യൻ പാർലമെന്റിനെ വെല്ലുവിളിക്കുന്നത്, അന്നൊരു സംസ്ഥാന സർക്കാർ നമ്മുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ പ്രിയമുള്ളവരെ ആദ്യത്തെ സംഭവം. ഈ ഗവൺമെന്റിന്റെ ദേശവിരുദ്ധത, ഈ ഗവൺമെന്റിന്റെ ഇന്ത്യ വിരുദ്ധത, ഈ ഗവൺമെന്റിന്റെ വികസന വിരുദ്ധത, ഇതെല്ലാം തന്നെയാണ് ഈ വന്ദേമാതര നിരോധനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ UDF സർക്കാരിന്റെ നിലപാടിനെതിരെ, UDF സർക്കാരിനെ ഇതിന് പ്രേരിപ്പിച്ച മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മത വിഭജന രാഷ്ട്രീയത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചരണവും പ്രക്ഷോഭവും നടത്താൻ തീരുമാനിച്ചത്. UDF സർക്കാരിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിന് പിന്നിൽ, ദേശവിരുദ്ധ നിലപാടിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഭജനത്തിന്റെ, വിഘടനവാദത്തിന്റെ, മതരാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇതിനെക്കുറിച്ച് എന്നെക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. ആരാണ് ഈ വന്ദേമാതര ഗാന നിരോധനത്തിന് പിന്നിലുള്ളത്? അത് മുസ്ലിം ലീഗാണ്, അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അതിനെ കോൺഗ്രസ് അംഗീകരിക്കുന്നു, മാർക്സിസ്റ്റ് പാർട്ടി അതിനെ പിന്തുണക്കുന്നു. ഇതാണ് സത്യം. ഭരണപക്ഷം പ്രതിപക്ഷവുമില്ല. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും മതവിഭജന രാഷ്ട്രീയത്തിന് മുന്നിൽ കോൺഗ്രസ് കീഴ്പ്പെടുന്നു. അതിന് മാർക്സിസ്റ്റ് പാർട്ടി പരിപൂർണ പിന്തുണ നൽകുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, ഇതിന്റെ കുറച്ച് കാലം നമുക്ക് പിന്നോട്ട് പോകണം. അതായത് ആദ്യം നമ്മുടെ രാജ്യത്ത് നടന്നത് വന്ദേമാതര ഗാനത്തിന്റെ വിഭജനമാണ്. ആദ്യം വന്ദേമാതരം വിഭജിച്ചു. ആരാണ് വന്ദേമാതരം വിഭജിച്ചത്? വന്ദേമാതരം വിഭജനത്തിന്റെ പിന്നിൽ ആരാണ്? 1930 വരെ വന്ദേമാതരത്തിന്റെ എല്ലാ ചരണങ്ങളും, വന്ദേമാതര ഗാനം പൂർണ്ണമായി ആലപിക്കുന്നതിന് കോൺഗ്രസിന് വിരോധിപ്പുണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനങ്ങളില് വന്ദേമാതര ഗാനം ആദ്യം ആലപിച്ചത് വിശ്വവിഖ്യാത കവിയായ രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ കോൺഗ്രസിന്റെ AICC സമ്മേളനത്തിൽ
ആലോചിച്ചപ്പോ അതില് യാതൊരു തകരാറും കോൺഗ്രസിന്റെ ആരും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ പിന്നീട് കോൺഗ്രസ് പിന്നീട് വന്ദേ മാതരം വിഭജിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നിട്ടാണ് പ്രിയമുള്ളവരെ രാഷ്ട്രഭക്തി ഗാനമായ വന്ദേ മാതരത്തെ വിഭജിച്ചത്. എന്നാൽ ഇതേ ശക്തി തന്നെയാണ് അതിനെ തുടർന്ന് രാജ്യ വിഭജനവും നടത്തിയത്. വന്ദേ മാതര വിഭജനവും രാഷ്ട്രീയ വിഭജനവും ഇതേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ചേർന്നാണ് നടത്തിയത് എന്ന് വ്യക്തമാണ്. ഇതേ ത്രികക്ഷി സഖ്യമാണ് ഇപ്പോഴ് വന്ദേ മാതര നിരോധനത്തിന്റെ പിന്നിലുമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും വന്ദേ മാതരത്തിനെതിരെ രംഗത്ത് വന്നു. മാർക്സിസ്റ്റ് പാർട്ടി അതിനെ പിന്തുണച്ചു. ഒടുവിൽ UDF സർക്കാർ, കോൺഗ്രസ് സർക്കാർ വന്ദേ മാതരത്തെ പൂർണ്ണമായും കേരളത്തിൽ നിരോധിച്ചിരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഈ ത്രികക്ഷി സഖ്യം അത് അപകടകരമായ സഖ്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും നിയന്ത്രിക്കുന്നത്, അവരുടെ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മത തീവ്രവാദ സംഘടനകളാണ്. ഇത് അത്യന്തം അപകടകരമായ രാഷ്ട്രീയമാണ്. ഇത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ആഘാതമേൽപ്പിക്കും. ഞങ്ങൾ മറ്റൊന്നു കൂടി പറയുന്നു, വന്ദേ മാതരം വിഭജിക്കുന്നതിന് മുസ്ലിം ലീഗ് കാരണമായി ചൂണ്ടിക്കാണിച്ചത് എന്താ? മുസ്ലിം ലീഗ് അന്ന് 1930 വന്ദേ മാതരത്തിനെതിരെ മുസ്ലിം ലീഗ് അതിന് എതിർക്കാൻ കാരണമായി സൂചിപ്പിച്ചത് മതമാണ്. മതം, ഞങ്ങളുടെ മതത്തിനെതിരാണ് വന്ദേ മാതരം. അതിൽ ദുർഗയുണ്ട്, ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്. അതുകൊണ്ട് മതം ഇത് പാടാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പൊ 1930 മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് വന്ദേ മാതരത്തിനെതിരെ രംഗത്ത് വന്നത്. അതിനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണയ്ച്ചത്. ആ മത രാഷ്ട്രീയത്തെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണയ്ച്ചത്. മുസ്ലിം ലീഗിന്റെ ഈ മതരാഷ്ട്രീയത്തെയാണ് കോൺഗ്രസ് പിന്തുണച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്ദേ മാതരം വന്ദേ മാതരത്തിന്റെ വിഭജനം നടന്നത്. ഇനി രാഷ്ട്ര വിഭജനത്തിന്റെ കാരണം എന്താ? രാഷ്ട്രം വിഭജിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണ്? മുസ്ലിം ലീഗ്. കാരണം എന്താ പറഞ്ഞത്? മതം. ഞങ്ങൾക്ക് വേറിട്ടൊരു രാഷ്ട്രം വേണം, ഞങ്ങൾക്ക് ഒറ്റക്കൊരു രാഷ്ട്രം വേണം. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം വിഭജിക്കണം, രാജ്യം വിഭജിക്കണം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചു. 47 ആഗസ്റ്റ് 14 മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രം വിഭജിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുട്ടിമുടക്കി പാകിസ്ഥാൻ അനുവദിച്ചു കൊടുത്തു. രാഷ്ട്ര വിഭജനം നടന്നു. ഞങ്ങൾ സൂചിപ്പിച്ചത്, ആരാണ് വന്ദേ മാതര വിഭജനത്തിന് പിന്നിൽ? ആരാണ് രാഷ്ട്ര വിഭജനത്തിന് പിന്നിൽ? അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ശക്തികളാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്ര വിഭജനത്തിലും ഇതേ ത്രികക്ഷി സഖ്യമാണ് രാഷ്ട്രം വിഭജിക്കപ്പെട്ടത്. വന്ദേ മാതര വിഭജനത്തിലും രാഷ്ട്ര വിഭജനത്തിന്റെ ആധാരം, അടിസ്ഥാനം മതമായാണ്. മതത്തിന്റെ പേരാണ് ഈ വിഭജനം മുഴുവൻ നടന്നത്. 2026 കേരളത്തിൽ വന്ദേ മാതര ഗാനം നിരോധിച്ചത് പ്രിയമുള്ളവരെ സമ്മർദ്ദം ചെലുത്തിയത് മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, അനുകൂലിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിരോധനം ഏർപ്പെടുത്തിയത് കോൺഗ്രസ്, UDF സർക്കാർ, മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഈ വന്ദേ മാതര ഗാന നിരോധനത്തിന് ആധാരമായി അവർ ഉയർത്തിപ്പിടിച്ചത് മതമായിരുന്നു. വന്ദേ മാതരത്തിന് ദുർഗയുണ്ട്, വന്ദേ മാതരത്തിന് ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ മതമാണ് ഞങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് വന്ദേ മാതരം കേരളത്തിൽ പാടാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചു, കോൺഗ്രസ് അനുകൂലിച്ചു കൊടുത്തു. ഈ അപകടകരമായ കക്ഷി സഖ്യത്തിന്റെ അപകടകരമായ അജണ്ടയും രാഷ്ട്രീയവും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അപകടങ്ങൾക്കും അപകടകരമാണ്, ആപത്താണ്. ഇതാണ് വന്ദേ മാതര സദസ്സിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഞങ്ങൾ മറ്റത്തെ കൂടി ചോദിച്ചോട്ടെ, നിങ്ങള് എല്ലാത്തിന്റെയും പിന്നിൽ മതം കാണുന്ന മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും അത് മാർക്സിസ്റ്റ് പാർട്ടി അനുകൂലിക്കുന്നു, കോൺഗ്രസ് അംഗീകരിക്കുന്നു, അനുകൂലിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നാളെ പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്താൽ, പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് മതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും ആരുടെ ഭാഗത്തായിരിക്കും? മതമാണ് വലുതെങ്കിൽ ആരുടെ ഭാഗത്തായിരിക്കും? അത് മതമാണ് വലുത്. അതുകൊണ്ട് ഞങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്ത് നിൽക്കില്ല എന്ന് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും പ്രഖ്യാപിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണക്കുമോ പിന്തുണക്കില്ലയോ? കോൺഗ്രസ് അത് അനുവദിച്ചു കൊടുക്കുമോ അംഗീകരിക്കില്ലയോ? വന്ദേ മാതര വിഭജനത്തെയും രാജ്യവിഭജനത്തെയും അനുകൂലിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും മതമാണ് വലുതെന്ന് പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കേണ്ടി വരില്ലേ? നമ്മുടെ KM ഷാജി എന്ന് പറയുന്ന മന്ത്രി, മുസ്ലിം ലീഗിന്റെ മന്ത്രി, കാസർകോട്ട് വെച്ചിട്ടാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മതമാണ് 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 പ്രധാനം. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. ഞങ്ങളുടെ മതത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, അധികാരത്തിലെത്തുന്നത്. മതത്തിനപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് മുസ്ലിം ലീഗിന്റെ 2026 വർത്തമാനകാല നിലപാട് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ KM ഷാജി അസന്നിഗ്ധമായി ആർക്കും സംശയമില്ലാത്ത രീതിയിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ മുസ്ലിം ലീഗ് പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. പഴയ മുസ്ലിം ലീഗിന്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന് ഉള്ളത് എന്ന് KM ഷാജിയുടെ പ്രസ്താവന വ്യക്തമാക്കുകയാണ്. KM ഷാജിയുടെ പ്രസ്താവനയിൽ വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിനെ നിഷേധിക്കണമായിരുന്നു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം അത് നിഷേധിക്കാത്തിടത്തോളം കാലം KM ഷാജി പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിൽ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? ഞങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? അങ്ങനെ സാഹചര്യം പറഞ്ഞാൽ ആരുടെ കൂടെ നിൽക്കും? അപ്പൊ കേരളം ഒരു പ്രത്യേകമായ രാജ്യമാക്കി മാറ്റാനുള്ള എന്തെങ്കിലും നീക്കത്തിന്റെ ആരംഭമാണോ ഈ വന്ദേ മാതരഗാന നിരോധനം എന്ന് രാജ്യസ്നേഹികൾ സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇതാണ് ഞങ്ങൾ ഈ വന്ദേ മാതര സദസ്സിന് പ്രസക്തമായ ചോദ്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വന്ദേ മാതരം രാഷ്ട്രഗീതമായി അംഗീകരിച്ചത് ആരാണ്? ഇന്ത്യയുടെ പാർലമെന്റ്. ഇന്ത്യയുടെ പാർലമെന്റ് പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഞങ്ങളെ പാർട്ടി നടപടിക്കുന്ന പ്രകാരമല്ല പാർലമെന്റ് പ്രവർത്തിക്കുന്നത്. പാർലമെന്റ് പ്രവർത്തിക്കുന്നത് അത് ഭരണഘടനാധിഷ്ഠിതമാണ്. ഭരണഘടനാ വിധേയത്തോടു കൂടിയാണ് ലോകസഭയായാലും രാജ്യസഭയായാലും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രഗീതമായ വന്ദേ മാതരത്തിന് ഒരു സംസ്ഥാന സർക്കാർ നിരോധനം ഏർപ്പെടുത്തുക വഴി ഇന്ത്യയുടെ പാർലമെന്റിനെയല്ലേ ഈ UDF സർക്കാർ വെല്ലുവിളിക്കുന്നത്? അതുവഴി ഇന്ത്യൻ ഭരണഘടനയെയല്ലേ ഒരു സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത്?
ഭരണഘടനയെയും ഇന്ത്യൻ പാർലമെന്റിനെയും ചോദ്യം ചെയ്യുക എന്നുള്ളത് അതൊരു വിഭജനത്തിന്റെ വിഘടനവാദത്തിന്റെ ലക്ഷണമല്ലേ കാണുന്നത്? എന്താ വിഭജനവാദവും വിഘടനവാദവും എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻവാദികളെ പോലെ, അൽ ഖ്വയ്ദയെ പോലെ, ജയ്ഷെ ഇ മുഹമ്മദിനെ പോലെ, ലഷ്കർ ഇ തോയ്ബയെ പോലെ ആയുധമെടുത്ത് നിരപരാധികളെ കൂട്ടക്കൊല നടത്തുക എന്ന് മാത്രമല്ല, മറിച്ച് ബുദ്ധിപരമായിട്ട് ജനങ്ങളെ ദേശവിരുദ്ധതയിലേക്ക് സാവധാനം തള്ളിവിടാനുള്ള നീക്കത്തെയും വിഘടനവാദം എന്ന് പറയും. അതിനെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത് ഡിമോഗി നക്സൽ. വളരെ ആസൂത്രിതമായി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രഗീതമായ വന്ദേ മാതരത്തെ നിരോധിക്കുക വഴി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ പുതിയ തലമുറയെ ദേശവിരുദ്ധതയിലേക്ക് തള്ളിവിടാനുള്ള നിഗൂഢമായ നീക്കമാണ്. മുസ്ലിം ലീഗ് എന്താണോ അവരുടെ രാഷ്ട്രീയ അജണ്ട, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ അജണ്ട എന്താണോ അത് അനുകൂലിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും അനുകൂലിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസും കേരളത്തിലെ പുതിയ തലമുറയെ ദേശവിരുദ്ധതയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന, പാർലമെന്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഈ കേരളത്തിലുള്ളത്. അതുവഴി ഭാരതത്തിൽ നിന്നും ഒരു കേരളത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു വിഘടനവാദമാണ് മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ശബ്ദത്തിന് വഴങ്ങിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് ജാതി മത രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഈ രാജ്യത്തെ ഒന്നായി കാണുന്ന ദേശസ്നേഹികൾ ഇതിനെതിരെ ശബ്ദം ഉയർത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല. മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ വാദത്തെ എതിർത്ത കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ടായിരുന്നു, കേരളത്തിലെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസിന്റെ ഈ വിഭജന മതരാഷ്ട്രീയത്തെ കോൺഗ്രസുകാർ എതിർക്കും. മാത്രമല്ല CPM-ന്റെ ഈ മത വിഭജന രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടിന് ദേശസ്നേഹികളായ CPM-കാരും എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഈ വിഭജനത്തിന്റെ വിഘടനവാദത്തിന്റെ വിഷമിത്ത് വിതക്കുന്ന ഈ ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും CPM-ന്റെയും കോൺഗ്രസിന്റെയും അപകടകരമായ രാഷ്ട്രീയത്തെ എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഇതിലെല്ലാവരും ദേശസ്നേഹികളുടെ ഒരു പടയണി തന്നെ ഈ കേരളത്തിൽ പ്രിയമുള്ളവരെ ഉയരാൻ വേണ്ടി പോകുകയാണ്. മൂന്നാമതൊരു കാര്യം, നിങ്ങളുടെ ഈ ദേശവിരുദ്ധ രാഷ്ട്രീയം, വിഭജനത്തിന്റെ രാഷ്ട്രീയം, വിഭാഗീയതയുടെ രാഷ്ട്രീയം, ഇത് കേരളത്തിൽ എവിടെയാണ് ചെന്നെത്തിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രഗീതത്തിന് ED സതീശനാണ് 2026 ആഗസ്റ്റ് 15 നിരോധനം ഏർപ്പെടുത്തിയത്. ഇതിനു മുമ്പ് രാഷ്ട്രഗീതം ഈ വന്ദേ മാതരം നിരോധിച്ചത് ആരാ? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് നിരോധിച്ചത്? 1905 ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടാക്കി മാറ്റാൻ, വിഭജിക്കാൻ, ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തി. ഈ ബ്രിട്ടീഷുകാരുടെ വിഭജനത്തിന്റെ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ ദേശസ്നേഹികളായിട്ടുള്ള ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഗംഗാ സ്നാനം നടത്തി പരസ്പരം രാഖി ബന്ധിച്ച് ദേശഭക്തി ഗാനമായ വന്ദേ മാതര ഗാനം ആവേശത്തോടുകൂടി ആലപിച്ചുകൊണ്ട് പൊതുരംഗത്തിറങ്ങി, പ്രക്ഷോഭവുമായി ഇറങ്ങി, മുഴുവൻ ജനങ്ങളും ഒന്നിച്ച്, ഹിന്ദുക്കളില്ല, മുസ്ലിങ്ങളില്ല, ജാതിയില്ല, മതമില്ല, മുഴുവൻ ഭാരതീയരാണ് എന്ന ഭാവത്തോടുകൂടി വന്ദേ മാതര ഗാനം ആലപിച്ചുകൊണ്ട്
ബ്രിട്ടീഷുകാരുടെ വിഭജനത്തിന്റെ ഭിന്നത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ, ബംഗാൾ വിഭജനത്തിനെതിരെ പ്രിയമുള്ളവരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഞങ്ങളുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ തകർക്കുന്നത് ഈ വന്ദേ മാതര ഗാനം. ഈ വന്ദേ മാതര ഗാനത്തിന്റെ മാസ്മര ശക്തിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ജാതിക്കും മതത്തിനും അതീതമായി ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഭിന്നിപ്പിക്കുന്നത് അവരുടെ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഈ ദേശാഭിമാന ബോധം സൃഷ്ടിക്കുന്ന വന്ദേ മാതരം നിരോധിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയക്കാരായ ബ്രിട്ടീഷുകാരാണ് ആദ്യം ഈ വന്ദേ മാതര ഗാനം നിരോധിച്ചത്. ഇപ്പോഴ് അതേ വിഭജനത്തിന്റെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ ഉടമകളായ മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് അവരെല്ലാവരും ചേർന്ന് വീണ്ടും ഈ വന്ദേ മാതര ഗാനം നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഇതിന് പിന്നിൽ അജണ്ട എന്താ? വിഭജനത്തിന്റെ രാഷ്ട്രീയ, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയ. എന്നാൽ വന്ദേ മാതര ഗാനം ആലപിക്കണം എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം ഒന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്, ദേശസ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്, ദേശഭക്തിയുടെ രാഷ്ട്രീയമാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പുനരവതാരമായി, വി ഡി സതീശനും എം വി ഗോവിന്ദനും അതുപോലെ മുസ്ലിം ലീഗിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ബ്രിട്ടീഷുകാരുടെ പുനരവതാരമായി കോൺഗ്രസ്, മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. ഇനി ഞങ്ങൾ ചോദിക്കും, നിങ്ങളുടെ വിഭജനത്തിന്റെ, ഈ മതത്തിന്റെ വിഭജനത്തിന്റെ, വിഘടനവാദത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാർ എന്ത് ഗുണം? കേരളത്തിൽ ഗുണമുണ്ടായി? നിങ്ങൾ 1957 ശേഷം ഇത്രയും കാലം നിങ്ങളാ ഭരിച്ചത്. ആര്? മാർക്സിസ്റ്റ് പാർട്ടി. ആര്? കോൺഗ്രസ്. പിന്നെയോ മുസ്ലിം ലീഗ്. എന്നിട്ട് കേരളത്തിൽ എവിടെയാ കൊണ്ടുചെന്ന് എത്തിച്ചത്? ഈ കേരളത്തിൽ വിഘടനവാദത്തിന്റെ, വിഭജനത്തിന്റെ കേന്ദ്രമായി മാറിയില്ലേ? ഇപ്പൊ അറിയാം, ഇവര് ദേശവിരുദ്ധർ മാത്രമല്ല, ഇവർ വികസന വിരുദ്ധരും കൂടിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചില്ല, PMC പദ്ധതിയെ CPM-കാർ മനസ്സില്ലാ മനസ്സോടെ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചു, അവസാനം പിന്മാറി, നടപ്പാക്കിയില്ല. എന്നാൽ ഇപ്പൊ UDF വെക്കണ്ടയോ? ഞാൻ മനസ്സിലാക്കുന്നത് PMC പദ്ധതിയിൽ ഒപ്പുവെക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് എത്താത്തത്. ആർക്ക് വേണ്ടിയാണ്? ഇതേ നേരത്തെ വിവാദ പ്രസംഗം നടത്തിയ മതമാണ് പ്രശ്നം എന്ന് പരസ്യമായി പ്രസംഗിച്ച മുസ്ലിം ലീഗിന്റെ മന്ത്രി KM ഷാജി പറഞ്ഞത് എന്താ അറിയോ? നേരത്തെ എനിക്ക് തോന്നുന്നു അശ്വനി പ്രസംഗിച്ചു എന്ന അറബിക്കടലിലേക്ക് എറിയണം എന്ന് ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പൊ KM ഷാജി പറഞ്ഞു, ഞാൻ പ്രതിപക്ഷത്തിരുന്നപ്പോ PMC പദ്ധതി അറബിക്കടൽ എറിയുമെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്റെ അഭിപ്രായം അത് മാത്രം പോലെ എവിടെയാ അഴുക്ക് ചാലിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന. ഇപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാതെ കോൺഗ്രസ്സുകാരാ ഉത്തരം പറയേണ്ട കാര്യോ? കർണാടകത്തിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ PMC പദ്ധതിയുടെ 4ാമത്തെ ഗഡു കൈപ്പറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ചവയ്ക്ക് ഈ ചെടിക്കുണ്ടിലാണോ ഉള്ളത് എന്ന കാര്യം കോൺഗ്രസ്സുകാരെ വ്യക്തമാക്കേണ്ടത്. ഈ നമ്മുടെ വി.ഡി. സതീശനും അതുപോലെ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും അഭിമാനബോധം ഉണ്ടെങ്കിൽ ഈ ഷാജിയുടെ പ്രസ്താവനക്കെതിരെ രംഗത്ത് വരേണ്ടതല്ലേ? അഴുക്കിലാറിലേക്ക് ചവിട്ടിത്താഴ്ത്തണമെന്ന് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അഴുക്കിലാലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നത്? ഒരുപക്ഷെ ഷാജി മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത് സമ്പന്നങ്ങളുടെ രാഷ്ട്രീയമാണ്, മതത്തിന്റെ രാഷ്ട്രീയം, വിഭജനത്തിന്റെ രാഷ്ട്രീയം, വിഘടനവാദത്തിന്റെ രാഷ്ട്രീയം, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം. ഇതാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം തന്നെ PMC പദ്ധതിയിൽ ഞങ്ങൾ കാണുന്നു അത് സമ്പന്നന്മാരുടെ രാഷ്ട്രീയം. ഈ PMC പദ്ധതിയിൽ മതമോ ജാതിയോ ഒന്നുമില്ല, രാഷ്ട്രീയമില്ല.
എന്താകെയുള്ളത്? പാവപ്പെട്ടവന്റെ മക്കൾ, സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ടവന്റെ മക്കൾക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസം കിട്ടണം. അതിന് സ്മാർട്ട് റൂം വേണം, അതിന് കമ്പ്യൂട്ടർ റൂം വേണം. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ സാധാരണക്കാരന്റെ മക്കൾക്ക് അവസരം കൊടുക്കുന്ന പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ PMC പദ്ധതി. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതാണ് സംസ്ഥാന ഗവൺമെന്റ്. ഇക്കാര്യം കരിക്കുലവുമായി ബന്ധമുണ്ടോ? ഇതിലില്ല. സിലബസുമായി ബന്ധമുണ്ടോ? ഇല്ല. ഈ സംസ്ഥാന സർക്കാർ ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകൾ തെരഞ്ഞെടുത്താൽ, സർക്കാർ സ്കൂൾ തെരഞ്ഞെടുത്താൽ ഒരു വർഷം 1 കോടി, 4 കോടി രൂപ കിട്ടേണ്ട സമയം കഴിഞ്ഞു, ആകെ 5 കോടി കിട്ടും. ഈ കാസർഗോഡ് ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾക്ക്, സർക്കാർ സ്കൂളുകളിൽ 5 കോടി രൂപ കിട്ടിയാൽ ആ 5 കോടി രൂപ കൊണ്ട് പാവപ്പെട്ടവന്റെ മക്കൾക്ക് എത്രമാത്രം സൗകര്യമാണ് ഉണ്ടാവുക? ഇന്ന് അൺഎയ്ഡഡ് സ്കൂളുകളിൽ മാത്രമേ ഈ ആധുനിക സൗകര്യമുള്ളൂ. അവിടെ പഠിക്കാൻ പറ്റുന്നത് KM ഷാജിയെ പോലെയുള്ള സമ്പന്നന്മാരുടെ മക്കൾക്ക് മാത്രം, മുസ്ലിം ലീഗിലെ സമ്പന്നന്മാരുടെ മക്കൾക്ക് മാത്രം. ഒരുപക്ഷെ നമ്മളും അവിടെ പോകേണ്ടി വരും, ഗത്യന്തരമില്ലാത്തതുകൊണ്ട്. പക്ഷെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോജനം സ്വായത്തമാക്കാൻ ഒരു അവസരം കിട്ടുമ്പോ അത് എന്തിനാണ് നിഷേധിക്കുന്നത്? എല്ലാ സ്കൂളുകൾക്കും 4 കോടി കൈപ്പറ്റേണ്ട സമയം കഴിഞ്ഞു. ഈ ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഫാസിസ്റ്റ് പാർട്ടി അത് ഒപ്പിട്ടെങ്കിലും നടപ്പാക്കിയില്ല. കോൺഗ്രസ് ഒപ്പിടാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് ആരാ പ്രിയമുള്ളവരെ? ദുരിതം അനുഭവിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മക്കളാണ്, നമ്മുടെ പുതിയ തലമുറയാണ്. അവർക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയോടൊപ്പമുള്ള വിദ്യാഭ്യാസം ഈ വിഭജനത്തിന്റെ വിഘടനവാദത്തിന്റെ മതത്തിന്റെ രാഷ്ട്രീയക്കാർ നിഷേധിക്കുന്നു. ഇത് ശരിയാണോ? നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒരു വികസനം നടക്കുന്നില്ല. ഈ ഭാഗ്യം നടക്കുന്നത് എന്താ? നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന പദ്ധതികൾ മാത്രമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. കാരണം എന്താ? മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും ലീഗുകാരും മാറി മാറി കേരളത്തിൽ ഭരിച്ചിട്ട് ഖജാനാവിൽ 1 പൈസ പോലില്ല. ഇപ്പൊ VD സതീശൻ അധികാരത്തിൽ വന്നിട്ട് 13 മാസേ ആയിട്ടുള്ളൂ. 4850 കോടിയാ കടമെടുത്ത്, 4850 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. ഇനി 5 നയാ പൈസ കടമെടുക്കണമെങ്കിൽ മോഡി സർക്കാരിന്റെ ദയാദാക്ഷ്യം ഉണ്ടാകും. ഈ കടമെടുക്കുന്നില്ലെങ്കിൽ 5 നയാ പൈസയുടെ വികസനം കേരള ഗവൺമെന്റിന്റെ ഭാഗമായി കേരളത്തെത്താൻ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മുകളിലോട്ട് നമ്മളിപ്പോ നല്ലൊരു ഉദ്യോഗം നടത്താൻ സ്ഥലം ഇപ്പൊ കിട്ടിയിരിക്കുക കാസർഗോഡ്. ഞാൻ അശ്വതിയോടും രവിയേട്ടോടൊക്കെ പറയായിരുന്നു, മണിലാലോടും സിനോടൊക്കെ പറയാൻ നോക്ക്, മോദിയോട് പോകുന്ന എന്താ? ഇത് ആരുടെ പദ്ധതിയാണിത്? മോദിയുടെ പദ്ധതി. 65,000 കോടിയായി ഈ പദ്ധതിക്ക്. റെയിൽവേ വരുന്നുണ്ട്, വികസനം വരുന്നുണ്ട്. 3300 കോടി രൂപയാണ് റെയിൽവേ വികസനത്തിന്. ഹൈവേ, റെയിൽവേ, എയർപോർട്ട്, സീപോർട്ട്. ഈ വികസനമൊന്നും കേരള ഗവൺമെന്റിന്റെ അല്ല, മറിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ. ഈ സർക്കാരിനോട് വിരോധത്തിന്റെ വിയോജിപ്പിന്റെ മാർഗം സ്വീകരിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് വികസനം വിലക്കപ്പെട്ട കനിയായി മാറും. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഈ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഇരകളായി മാറുന്നത് കേരളത്തിലെ 3,40,00,000 വരുന്ന സാധാരണക്കാരാണ്. പ്രിയമുള്ളവരെ, സാധാരണക്കാരാണ്. അവർക്കാണ് വികസനം നിഷേധിക്കുന്നത്. വിദ്യാർത്ഥികളാണ് വികസനം നിഷേധിക്കുന്നത്. പുതിയ വ്യവസായം വരാതിരുന്നാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരാതിരുന്നാൽ നമ്മുടെ പുതിയ തലമുറക്ക് ആധുനികമായ വിദ്യാഭ്യാസം കിട്ടില്ല, തൊഴിലവസരങ്ങൾ ഉണ്ടാവില്ല, ആരെങ്കിലും സംരംഭവുമായിട്ട് കേരളത്തിൽ എത്തില്ല. ഇങ്ങനെ വന്നാൽ കേരളത്തിലെ പുതിയ തലമുറ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കേരളം വിട്ടുപോകേണ്ടി വരും. ഒരു വൃദ്ധാലയമായിട്ട് ഈ കേരളം മാറാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവരുടെ ദേശവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ, ഇവരുടെ ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ, ഇവരുടെ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ നിലകൊള്ളണം. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവർ ഈ വന്ദേമാതരത്തെ വിഭജിച്ചപ്പോ കോൺഗ്രസ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ആഗസ്റ്റ് 15 എന്ന
രാജ്യത്തിന്റെ അഭിമാന ദിനമായ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേ മാതരത്തിന്റെ മുഴുവൻ ചരണങ്ങളും മുഴുവനും ആലപിക്കുമെന്ന് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ കേട്ടിരിക്കും വന്ദേ മാതര ഗാനം മുഴുവനായിട്ടും നമ്മുടെ ചെങ്കോട്ടയിൽ വന്ദേ മാതര ഗാനം മുഴുവനായി ആലപിക്കുന്നത് ആവേശത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ കേട്ടത്, ക്ഷണിച്ചത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ ചെങ്കോട്ടയില് വന്ദേ മാതര ഗാനം പൂർണ്ണമായി ആലപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും, സമയമുണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വവും CPM നേതൃത്വവും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രിയമുള്ളവരെ അത് നടന്നു. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ലീഗുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാം കരുതുന്നുണ്ടാവും എപ്പോഴും കേരളത്തിൽ ഈ വന്ദേ മാതര ഗാനം നിരോധനം ഉണ്ടാകും എന്നിവർ കരുതുന്നുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, കേരളത്തിലും ഔദ്യോഗിക പരിപാടിയിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ വന്ദേ മാതര ഗാനം മുഴുവനും പാടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിന് 5 വർഷം മാത്രം കാത്തിരുന്നാൽ മതി. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ യാതൊരു സംശയം വേണ്ട. രാജ്യത്താകമാനം ഉണ്ടായിട്ടുള്ള ഈ ദേശാഭിമാനത്തിന്റെ ദേശസ്നേഹത്തിന്റെ ആ പുതിയൊരു രാഷ്ട്രീയം കേരളത്തിലും ഉരുത്തിരിഞ്ഞു വരികയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഈ ദേശാഭിമാനത്തിന്റെ ദേശസ്നേഹത്തിന്റെ ഒപ്പം പുതിയ തലമുറക്ക് പുതിയ സ്വപ്നങ്ങൾ, പുതിയ തലമുറക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനുള്ള വികസനത്തിന്റെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നു. വികസിത ഭാരതം, വികസിത കേരളം, ഇത് 3,40,00,000 വരുന്ന കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് പ്രിയപ്പെട്ടവരെ. ഈ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി അണിനിരക്കുമെന്ന കാര്യത്തില് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വന്ദേ മാതര സദസ്സില് ഞങ്ങളിവിടെ നമ്മുടെ അക്ക വളരെ മനോഹരമായി വികാരപരമായിട്ടാണ് നമ്മൾ വന്ദേ മാതര ഗാനം ആലപിച്ചത്. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ ആ സ്മൃതിപഥത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ആനയിക്കുന്ന രീതിയിലാണ് നമ്മുടെ വളരെ മനോഹരമായി എഴുന്നേൽക്കുക, കയ്യിൽ കൊടുക്കുക, ആ രീതിയിലാണ് ആ വന്ദേ മാതര ഗാനം ആലപിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നു, വന്ദേ മാതര ദിനത്തിലൂടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രചരണ പരിപാടികളിലും വന്ദേ മാതര ഗാനം കേരളത്തിന്റെ തെരുവുകൾ എല്ലാ തെരുവുകളിലും ആലപിക്കാൻ വേണ്ടി പോകുകയാണ്. അതിന്റെ പേരിൽ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും കൊലക്കയറിനെ പൂമാലയായി സ്വീകരിക്കാൻ, ജയിലറയെ മണിയറയായി സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറാകുമെന്നുള്ള സന്ദേശമാണ് ഈ പരിപാടികളിൽ കൊടുക്കുന്നത്. ഞങ്ങൾ ഈ വന്ദേ മാതര സദസ്സ് കാസർഗോഡ് സംഘടിപ്പിക്കുമ്പോ ഞങ്ങളെ പ്രതിപദത്തിൽ തുളുനാടിന്റെ അഭിമാന ഭാജമായ റാണി അമ്പക്ക, നിങ്ങൾക്കറിയാം 16-ാം നൂറ്റാണ്ടില് ധീരദേശാഭിമാന ബോധത്തോടു കൂടിയിട്ട് അടിമത്തത്തിനെതിരെ, പാരതന്ത്ര്യത്തിനെതിരെ പോരാട്ടം നടത്തി വീരാഭിധി പ്രാപിച്ച ധീരദേശാഭിമാനിയാണ് നമ്മുടെ തുളുനാടിന്റെ അഭിമാനമായുള്ള റാണി അമ്പക്ക. ആ റാണി അമ്പക്കയുടെ പാത, ഝാൻസി റാണിയുടെ പാത, ഭഗവത് സിംഗിന്റെയും ആസാദിന്റെയും ബിസ്മില്ലാഹിന്റെയും പാത, ആ പാത സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ ലക്ഷോപലക്ഷം പ്രവർത്തകർ തയ്യാറാകും. അതിനോട് അണിചേരാൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി കേരളത്തിലെ പുതിയ തലമുറ യുവസമൂഹം തയ്യാറാകും എന്ന ശുഭപ്രതീക്ഷയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ കർണാടകത്തിലെ ലീഗൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ഷഹനാദുൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവർ സ്വാഭാവികമായി നമ്മളോട് സംസാരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്ന ദേശാഭിമാനം പ്രചോദിതമായിട്ടുള്ള ഇത്തരം പരിപാടികളിൽ
ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിചേരണമേ അണിചേരണമേ. ഇത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയാണ്, നമ്മുടെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന് കരുതി എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് മാത്രം അദ്ദേഹത്തിന് അപേക്ഷിച്ചുകൊണ്ട് BJP-യുടെ ജില്ലാ ഘടകം സംഘടിപ്പിച്ച ഈ വന്ദേ മാതര സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം എന്റെ പ്രസംഗം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അത്യന്തമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് സമൃദ്ധിയുടെ സമത്വത്തിന്റെ സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രസംഗത്തിന് വിരാമമിടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ബോലോ ഭാരത് മാതാ കീ, ബോലോ ഭാരത് മാതാ കീ, ബോലോ ഭാരത് മാതാ കീ.